Devika, good morning. Alaga, good morning. Manisha, Rahana, good morning. Okay, let us start. Let us start. Okay. Yes. Okay, very good, very good. Okay. Yes, yeah, quick okay, very good, very good. Yes. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഐ ഹാവ് എന്ന് പറയുന്ന സംഗതിയല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഐ ഹാവ്. Am I right? Yes, അളക MS. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഐ ഹാവിനെ കുറിച്ചല്ലേ പറഞ്ഞത്? അല്ലെ, ഇന്ന് നിങ്ങളുടെ ബുക്ക് എടുത്തില്ല, വിട്ടുപോയി. യെസ്, നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് ആർക്കെങ്കിലും പറയാമോ? ഗഗന. ആ സാറേ, കഴിഞ്ഞ ക്ലാസ്സിൽ എനിക്ക് കയറാൻ പറ്റിയിട്ടില്ലായിരുന്നു. യെസ്, കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായ ആരെങ്കിലും ഉണ്ട് ഇതിനകത്ത്? കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്ന ആരെങ്കിലും? യെസ്, പ്രിയങ്ക രതീഷ്. യെസ്, ലിസ്മ. ഐ ഹാവിനെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ല. ഐ ഹാവ് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമ്മുടെ ചുറ്റുമുള്ള സംഗതികളെ കുറിച്ച് ഐ ഹാവ്, അത് നമ്മൾ പറഞ്ഞതല്ലേ? ഓർക്കുന്നില്ല? യെസ്, അത് നമ്മൾ പറഞ്ഞതാണ് അല്ലേ? ഓക്കെ. യെസ്, ഓക്കെ പ്രിയങ്ക, വെരി ഗുഡ്. ഓക്കെ. അപ്പൊ ഐ ഹാവിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. യെസ്, ഓക്കെ. അപ്പോ അതിന്റെ ബാക്കി നമുക്ക് പറയാം. യെസ്, ലെറ്റ് us start. ഓക്കെ. അപ്പൊ ഗഗന കെയാണ്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ഞങ്ങൾ പറഞ്ഞപ്പോൾ ഐ ഹാവ് എന്ന് പറയുന്ന ഒരു ചോദ്യം ഞങ്ങളോട് ചോദിക്കുകയാണ്. അപ്പൊ എന്റെ മറുപടിക്ക് വേണ്ടിയിട്ട് ആദ്യം പറയുകയാണ്. അപ്പൊ ഐ ഹാവ് എന്ന് പറയുന്ന ഒരു സംഗതിയെ കുറിച്ച് ഞങ്ങൾ ഡിസ്കസ് ചെയ്തു. ഐ ഹാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കുണ്ട്, ഐ ഹാവ്. അപ്പൊ അതിന് ശേഷം നമ്മൾ ഓരോരുത്തരും നമ്മുടെ വീടുകളിലേക്ക് നോക്കി അവിടെ കാണുന്ന ചുറ്റുവട്ടത്ത് കാണുന്ന സംഗതികളെ കുറിച്ച് പറഞ്ഞു. ഐ ഹാവ് എ ഫ്രിഡ്ജ്, ഐ ഹാവ് എൻ ഓവൻ, ഐ ഹാവ് എ ഡെസ്ക്, ഐ ഹാവ് എ ടേബിൾ, ഐ ഹാവ് എ ലവ്ലി ഹസ്ബൻഡ്, ഐ ഹാവ് ലവ്ലി പാരന്റ്സ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഐ ഹാവ് എന്ന് വെച്ച് പറഞ്ഞു. അത് ഐ ഹാവ് വെച്ച് പറയുന്നത്. നമുക്കുണ്ട് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇല്ലാത്ത പല കാര്യങ്ങൾ ഉണ്ടാവില്ല. ഇല്ല എങ്കിൽ നമ്മൾ എന്ത് പറയും? എനിക്കില്ല. ഐ ഡോണ്ട് ഹാവ് എന്ന് പറയും. എന്താണ് പറയുന്നത്? ഐ ഡോണ്ട് ഹാവ്. ഐ ഡോണ്ട് ഹാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അർത്ഥം എന്താണ്? എനിക്കില്ല. അത് കഴിഞ്ഞതിന് ശേഷം എന്താണോ നമുക്കില്ലാത്തത് അത് നമുക്ക് പറയാം. എന്ത് പറയാം? ഐ ഡോണ്ട് ഹാവ്.
ലോങ് ഹെയർ. എനിക്ക് നീളമുള്ള മുടിയില്ല. ഐ ഡോണ്ട് ഹാവ് റൗണ്ട് ഫേസ്. എനിക്ക് റൗണ്ട് ഫേസ് ഇല്ല. ഐ ഡോണ്ട് ഹാവ് ഇനഫ് മണി. എന്റെ കയ്യിൽ ധാരാളം പണമില്ല. ഐ ഡോണ്ട് ഹാവ് എ ബ്രദർ. എനിക്കൊരു ബ്രദർ ഇല്ല. ഐ ഡോണ്ട് ഹാവ് എ സിസ്റ്റർ. എനിക്കൊരു സഹോദരിയില്ല. യെസ്, ഐ ഡോണ്ട് ഹാവ് എ ഫ്രിഡ്ജ്. അല്ലെങ്കിൽ ഐ ഡോണ്ട് ഹാവ് എ ബ്ലൂ സാരി. ഐ ഡോണ്ട് ഹാവ് ന്യൂ കാർ. അങ്ങനെ നമുക്കില്ലാതെ ഉള്ള കാര്യങ്ങളില്ല. അത് നമ്മൾ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഡോണ്ട് ഹാവ് എന്നുള്ള പ്രയോഗം നമ്മൾ ഉപയോഗിക്കുന്നത്. ഡോണ്ട് ഹാവ്, ഐ ഡോണ്ട് ഹാവ്. യെസ്, അപ്പൊ ഗഗന ചെയ്യേണ്ടത് ഐ ഡോണ്ട് ഹാവ് എന്ന് പറയുന്ന ഒരു കുറച്ച് വാചകങ്ങൾ ഇഷ്ടമുള്ളത് ഗഗനം നോക്കുമ്പോൾ ഭാവിയിൽ എപ്പോഴെങ്കിലും സംഘടിപ്പിക്കണം എന്ന് നോക്കിയിട്ടുള്ള സംഗതികൾ ഉണ്ടാവില്ലേ. അപ്പൊ അത് ഇപ്പൊ നമുക്കത് ഇല്ലാത്ത സംഗതിയാണെന്ന് വിചാരിച്ചിട്ട് നമുക്കത് പറയാം. ഇതില്ല എങ്കിലും നമുക്കത് ഒരു സെന്റൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഐ ഡോണ്ട് ഹാവ് വെച്ചിട്ട് 1-5 വാചകങ്ങൾ. ഐ ഡോണ്ട് ഹാവ്. ഐ ഡോണ്ട് ഹാവ് വാട്ട്? യെസ്, ഗഗന തുടങ്ങിക്കൊള്ളു. I don't have a collection of books. I don't have a collection of books. Correct. I don't have a camera. I don't have a camera. ഓരോരുത്തരും നോക്കിക്കോട്ടെ. നിങ്ങൾക്കൊരു ഐ ഡോണ്ട് ഹാവ് വെച്ച് പറയാവുന്ന ഒരു 5 വാചകങ്ങൾ നോക്കിക്കോ. ഐ ഡോണ്ട് ഹാവ് എ ക്യാമറ. കറക്റ്റ് ആണ്. I don't have a car. I don't have a car. I don't have a makeup box. I don't have a makeup box. കറക്റ്റ് ആണല്ലേ? And I don't have a sister. I don't have a sister. Yes, കൃത്യമായിട്ടുണ്ട്. Yes. Okay, okay. ഇനി ആർക്കാണ് ഐ ഡോണ്ട് ഹാവ് വെച്ച് പറയാൻ പറ്റുന്നത്? ഐ ഡോണ്ട് ഹാവ്. ഷമറ, ഷമറ ഷെറീൻ. ഐ ഡോണ്ട് ഹാവ്. നമുക്കൊരു ഐ ഡോണ്ട് ഹാവ് വെച്ചിട്ട് എനിക്കില്ല. ഐ ഡോണ്ട് ഐ ഹാവ് വെച്ച് എനിക്കുണ്ട്. ഐ ഡോണ്ട് ഹാവ് എനിക്കില്ല. ഐ ഡോണ്ട് ഹാവ്. I don't have a brother. I don't have a brother. Correct. Very good, very good. I don't have a house. I don't have a own house. സ്വന്തം വീടല്ല ഉദ്ദേശിച്ചത്. Own house. അപ്പൊ നമുക്ക് OWN ചേർക്കാം. I don't have a own house. എനിക്ക് സ്വന്തമായിട്ട് വീടില്ല. ഓക്കെ, കറക്റ്റ് ആണ്. I don't have a car. I don't have a car. I don't have a scooter. I don't have a scooter. Okay. മതി. ഓക്കെ, ഓക്കെ. നമുക്ക് വേണമെങ്കിൽ I don't have long hair. I don't have curling hair. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ചുരുണ്ട മുടിയില്ല, നീളമുള്ള മുടിയില്ല, നമുക്ക് ഇഷ്ടമുള്ള പറയാം. യെസ്, I don't have good neighbors. എനിക്ക് നല്ല അയൽക്കാരില്ല. ഓക്കെ, ഓക്കെ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ഷെറീഫ് കറക്റ്റ് ആണ്, കറക്റ്റ് ആണ്. യെസ്, ഇനി ആരാണ്? ബുഷാര. ബുഷാര BA. I don't have. യെസ്, നമ്മൾ അങ്ങനെ 11 പേരുള്ളൂ. യെസ്, അപ്പൊ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കാം. നമുക്ക് സമയം കിട്ടുമോ? ഇഷ്ടമുണ്ട്. യെസ്, ഇനി ആർക്കെങ്കിലും ഇവർ പറയാനുണ്ടെങ്കിൽ പറയട്ടോ. ഞാൻ പറഞ്ഞു നോക്കട്ടെ. ഇതുള്ളത് പറയട്ടോ, കുഴപ്പമില്ല. അത് പറഞ്ഞു നോക്കൂ. എനിക്കില്ല എന്നുള്ള അർത്ഥം പറയട്ടെ സർ. പറഞ്ഞോളൂ. I don't have a pet. I കറക്റ്റ് ആണ്. I don't have a pet. കറക്റ്റ്. I don't have a sister. I don't have a sister. ഉള്ളത് തന്നെ ആവണമെന്നില്ല. ഒരു സെന്റൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഭാവനയൊന്നും എടുത്ത് പറഞ്ഞോളൂ. ഓക്കെ. I don't have a garden. I don't have a garden. മൂന്നാമത്തെയും കറക്റ്റ് ആണ്. I don't have a garden. I don't have a sister. പിന്നെ
അയൽക്കാർക്ക് എങ്ങനെയുണ്ട്? ഓ. നല്ലവരാണ്. അയൽവാസികളൊക്കെ നല്ലവരാണ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ അത് മാറ്റി പറയാം. ഐ ഡോണ്ട് ഹാവ് ബാഡ് നെയ്ബേഴ്സ്. മോശമായിട്ട് അയൽക്കാർ എനിക്കില്ല. സെന്റൻസ് മറിച്ചിട്ടാ മതി. ഓക്കെ ഓക്കെ ഓക്കെ. എനിക്ക് മോശമായ സ്വഭാവങ്ങളില്ല എന്ന് പറഞ്ഞ് ആ ബാഡ് വെച്ചിട്ട് നമുക്ക് പറയാം. സ്വഭാവം എന്നുള്ളതിന് ഹാബിറ്റ് എന്ന് ഉദ്ദേശിക്കും. പറഞ്ഞു. I don't have a bad habit. അപ്പൊ നമുക്ക് ആ എ എങ്ങനെ കളഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി പയ്യായി. ഐ ഡോണ്ട് ഹാവ് ബാഡ് ഹാബിറ്റ്സ്. അപ്പൊ മറ്റേ ഒരു മോശ സ്വഭാവം ഇല്ലാതായിപ്പോയി. അപ്പൊ എനിക്ക് മോശ സ്വഭാവമേ ഇല്ല. ഐ ഡോണ്ട് ഹാവ് ബാഡ് ഹാബിറ്റ്സ്. ഓക്കെ ഓക്കെ ഓക്കെ, കറക്റ്റ് ആണ്. ശരിയാണ്, പറഞ്ഞതാലും കറക്റ്റ് ആണ്. ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ്. പ്രിയങ്ക രതീഷ്. Yes, sir. I don't have വെച്ചിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I don't have. I don't have a job. Very good. I don't have a job. എനിക്കൊരു ജോലി കിട്ടിയിട്ടില്ല, ജോലിയില്ല. വെരി ഗുഡ്. Don't worry, Priyanka, you will get. Okay, okay, okay. Yes. I don't have a laptop. I don't have a laptop. നമുക്ക് ജോലി കിട്ടിയിട്ട് വാങ്ങാം, ധൈര്യമായിട്ടിരുന്നു. Yes. I don't have a two-wheeler. I don't have a two-wheeler. Don't worry. Yes. I don't have a sister. I don't have a sister. I don't have a cat. I don't have a cat. I don't have bad neighbors. I don't have neighbors. മതി മതി, കുഴപ്പമില്ല. 6 എണ്ണമാണ് പറഞ്ഞത്, അത് 6ഉം കറക്റ്റ് ആണ്. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അത് നമ്മളെ ജീവിതത്തിൽ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ എനിക്ക് ഓർമ്മയില്ല. ഈ അഡിഡാസിന്റെ ഷൂ ഇല്ലാണ്ട് ഓടാൻ പോയി ഒരു കുട്ടിയുടെ ഒരു കഥ പറഞ്ഞിട്ടുണ്ട് ഞാൻ. ഓക്കെ ഓക്കെ, അതുപോലെയായിരുന്നു. അതൊക്കെ ജീവിതത്തില് വിജയങ്ങളൊക്കെ വരും. ഡോണ്ട് വറി, ബി ഹാപ്പി. ഓക്കെ 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 ഓക്കെ. യെസ്. അപ്പോ പുഷ്കാര പറഞ്ഞു, ഗഗന പറഞ്ഞു, സമറ ഷെറിൻ പറഞ്ഞു, പ്രിയങ്ക പറഞ്ഞു. ഇനി അടുത്തതാരാണ്? മനീഷ. മനീഷ രഞ്ജിത്ത്. തെറ്റിയാലും കുഴപ്പമില്ല, പറഞ്ഞു നോക്കാം. മനീഷ. യെസ്. രഹന പറഞ്ഞോളൂ. രഹന പറഞ്ഞു കഴിഞ്ഞ ശേഷം അളകയിലോട്ട് വരാം. രഹന. Yes, sir. പറഞ്ഞോളൂ. ഐ ഡോണ്ട് ഹാവ് വെച്ചിട്ട് ഒരു 5 വാചകം പറഞ്ഞു. I don't have a job lined up after graduation. യെസ്, അത് കറക്റ്റ്. ഒന്നുകൂടി ഒന്ന് വിപുലീകരിച്ച് പറഞ്ഞു. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. I don't have a hotel reservation yet. Yes. I don't have a travel plan for the holidays. Yes. I don't have enough time to finish the work. Yes. I don't have any siblings. Yes. I don't have any milk left in the fridge. Yes. Sorry, sir. Okay. പറഞ്ഞതെല്ലാം കറക്റ്റ് ആണ്. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഇവിടെ ഒരു വാചകം രഹന പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നത് 2 വാക്കുകൾ നമ്മൾ സമയത്തെ കുറിച്ച് സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കും. ഒന്ന് ഫോർ ഉപയോഗിക്കും, അടുത്തത് സിൻസ് ഉപയോഗിക്കും. നമ്മൾ ഏതെങ്കിലും സിൻസ് ഗ്രാജുവേഷൻ മുതൽ എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ സിൻസ് ആണ് നല്ലത്. സിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർഡിന്റെ അർത്ഥം മുതൽ ഒരു പോയിന്റ് ഓഫ് ടൈം പറയാം. ആ പോയിന്റ് ഓഫ് ടൈം മുതൽ ഇങ്ങോട്ട്, അവിടെ മുതൽ ഇങ്ങോട്ട്. യെസ്. ഫോർ നമ്മൾ ഉപയോഗിക്കുന്നത് ടു ഷോ എ പീരീഡ് ഓഫ് ടൈം ആണ്. അപ്പൊ അതിന്റെ സ്റ്റാർട്ടിങ് ഉണ്ടാവും, ഒരു അവസാനം ഉണ്ടാവും. സിൻസ് പറയുമ്പോൾ സ്റ്റാർട്ടിങ് മാത്രമേ ഉണ്ടാവുള്ളൂ, അവസാനം ഉണ്ടാവുകയില്ല. ഞാൻ എക്സാമ്പിൾ പറയാം. ഹി ഹാസ് ബീൻ അണ്ടർ ദ വാട്ടർ ഫോർ 2 hours. 2 മണിക്കൂറായി അവൻ വെള്ളത്തിനടിയിലാണ്. അപ്പൊ 2 മണിക്കൂർ എന്ന് പറയുമ്പോൾ അവിടെ ഇസ് എ പീരീഡ് ഓഫ് 2 മണിക്കൂർ. കറക്റ്റ് പീരീഡ് അല്ലേ? അല്ലെങ്കിൽ 1 hour 3 hours എന്ന് പറയുമ്പോൾ പീരീഡ് ആണ്.
പീരീഡ് ഓഫ് ടൈമാണ് സൂചിപ്പിക്കുമ്പോൾ അവിടെ ഫോർ ഉപയോഗിക്കുന്നു. ഫോർ നേരെ മറിച്ച് ഗ്രാജുവേഷൻ മുതൽ എനിക്ക് ഒരു ജോലിയില്ല. അപ്പൊ ഐ ഡോണ്ട് ഹാവ് എനി ജോബ് സിൻസ് ഗ്രാജുവേഷൻ. ഗ്രാജുവേഷൻ മുതൽ അവിടെ മുതൽ എവിടം വരെയെന്നില്ല. അപ്പൊ സിൻസ് എപ്പോഴും ഒരു പോയിന്റ് ഓഫ് ടൈമിനെയും ഫോർ എപ്പോഴും ഒരു പീരീഡ് ഓഫ് ടൈമിനെയുമാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അതൊന്നും പറഞ്ഞ് ഞാനിപ്പോ പറഞ്ഞത് കൊണ്ട് സൂചിപ്പിച്ചത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അളക പറയാമോ? Good morning, sir. Yes, good morning. I don't have any ideas. Yes, I don't have any ideas. പിന്നെ നമുക്ക് ഒന്നുകൂടി ഇത് വിപുലീകരിക്കാം. I don't have any ideas for. എന്തിനു വേണ്ടി എന്ന് പറയാം? For നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ സൂചിപ്പിക്കാം. For my journey അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വേണമെങ്കിൽ പറയാം. ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ്, പറഞ്ഞു, ശരിയാണ് പറഞ്ഞത്. I don't have. I don't have any sir. Yes. I don't have any plans for the weekend. Yes. I don't have to submit the report. Yes. I don't have iPhone. Yes. I don't have a good memory. Yes. Okay, 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 very good, very good. Good memory ഒക്കെ കേട്ടോ. ഇത്രയും കാര്യങ്ങൾ ആലോചിച്ച് പറഞ്ഞില്ലേ? Good memory ഒക്കെ ഉണ്ട്. Don't worry. Yes. Okay, 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 okay. Mania Arjun. Mani Arjun. Yes, I don't have വെച്ചിട്ട് ഒരു 5 വാചകം പറയാമോ? Yes. Manisha Ranjit. Yes. Ajayna Aju. സാറി ഹലോ പറഞ്ഞോളൂ മനീഷ. സാർ, എനിക്ക് വേറെ വേടൊന്നും വരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത്. നമുക്ക് സംഘടിപ്പിക്കാം. ഒന്ന് പറഞ്ഞോ. ഐ ഡോണ്ട് ഹാവ്, അത്രയും പറഞ്ഞു. ഐ ഡോണ്ട് ഹാവ് എ ബ്രദർ. ആണ്, കറക്റ്റ് ആയില്ല, അത് പറയണം നമ്മൾ. അതാണ് നമുക്ക് പേടി അങ്ങോട്ട് പറയുന്നത്. ഐ ഡോണ്ട് ഹാവ് എ ബ്രദർ, കറക്റ്റ് ആണ്. ഐ ഡോണ്ട് ഹാവ് എ വാഷിംഗ് മെഷീൻ. യെസ്, ഐ ഡോണ്ട് ഹാവ് എ വാഷിംഗ് മെഷീൻ. ഓക്കെ, അത് ഉള്ളതാവണമെന്നില്ല, വെറുതെ ഉണ്ടാക്കി പറഞ്ഞോ. അല്ല, എനിക്ക് പെട്ടെന്ന് വേടൊന്നും കിട്ടുന്നില്ല, പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേനും. യെസ്. അപ്പോ നീളമുള്ള മുടിയുണ്ടോ മനുഷ്യന്? നോ. അത് പറഞ്ഞു. ഐ ഡോണ്ട് ഹാവ് എ ലോങ് ഹെയർ. ലോങ് ഹെയർ, നീളമുള്ള മുടിയിലുണ്ട്. ഐ ഡോണ്ട് ഹാവ് ലോങ് ഹെയർ അല്ല, അത് കറക്റ്റ് ആയില്ലേ? ഇനി അടുത്തത്. എനിക്ക് ഹൈറ്റ് കുറവാ. ശരി ശരി ശരി. അപ്പൊ ഐ ഡോണ്ട് ഹാവ് ഹൈറ്റ്, എനിക്ക് എന്തില്ല, ഉയരമില്ല. ഐ ഡോണ്ട് ഹാവ് റൈറ്റ്. യെസ്. ഇനി എടുത്തത് ആലോചിച്ചു നോക്ക്, നമുക്ക് ഇല്ല എന്ന് നമുക്ക് തോന്നിയിട്ടുള്ള ഒരു സംഗതി. ഐ ഡോണ്ട് ഹാവ് എ പെറ്റ്. ഐ ഡോണ്ട് ഹാവ് എ പെറ്റ്, കറക്റ്റ് ആണ്. പറഞ്ഞു നോക്കി, അപ്പൊ നമുക്ക് കിട്ടും. അവിടെ നിന്നുകൊണ്ട് അങ്ങോട്ട് നോക്കിയാൽ മതി. യെസ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ മനീഷ അഞ്ചെണ്ണം പറഞ്ഞില്ലേ, അപ്പൊ കറക്റ്റ് ആയില്ലേ? നമ്മൾ അറിയാൻ പാടില്ല എന്ന് ചോദിച്ച് പറയാതിരിക്കട്ടെ, അത് പറയാ. ബാക്കി ഞാൻ സപ്പോർട്ട് ചെയ്യില്ലേ. ആരുടെ സൗണ്ട് പോറ്? അപ്പേ മനീഷ പറയുന്നു മനീഷയുടെ സൗണ്ട് പോറാണെന്ന്. ഇത്രയും പേര് കേട്ടില്ല. നിങ്ങളുടെ അഭിപ്രായം എന്ന് പറഞ്ഞു. ഗഗന, മുഷാര, അളക, രഹന, പ്രിയങ്ക, മനീഷയുടെ സൗണ്ട് പോറാണെന്ന് മനീഷ പറയും. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയ? നോക്കി, ഗഗന പറഞ്ഞു നോക്കി, രഹന പറഞ്ഞു നോക്കി, പ്രിയങ്ക പറഞ്ഞു നോക്കി. ഇതിൽ കൂടുതൽ എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? ധൈര്യമായിട്ടിരിക്കും. യെസ്. ഓക്കെ 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 ഓക്കെ. യെസ്. ആടാ നോക്കിയേ. നോ സാർ, നല്ല സൗണ്ടാണ്, സൂപ്പറാണ്. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഇതിലൂടെ കേൾക്കുമ്പോ നല്ല ഭംഗിയുണ്ട് കേൾക്കാനായിട്ട്.
ചിലപ്പോ വല്ല ഡബിങ് ആർട്ടിസ്റ്റൊക്കെ വിളിച്ചോണ്ട് പോകും. ഭാവിയിൽ ഒരു പക്ഷേ സീരിയലിന്റെ സിനിമക്കൊക്കെ സൗണ്ട് കൊടുക്കുന്ന ആളായിട്ട് ആര് മാറും? മനുഷ്യ മാറും. യെസ്, വിചാരിക്കാത്ത പല ആളുകളും പല രംഗങ്ങളോട് പറയാറില്ല. പല ആളുകൾ പറയാറില്ല. ഇപ്പൊ ജോസ് പ്രകാശ് എന്ന് പറയുന്ന നടപ്പെട്ടപ്പോ ഞാൻ സിനിമയിൽ പാടാൻ വേണ്ടി വന്നതാണ്. അവസാനം എന്തായിട്ട് വന്നു? അഭിനയിക്കേണ്ടി വന്നു. അഭിനയമായി മാറി. അപ്പോ വന്നത് വേറെ കാര്യത്തിലായിരിക്കും. പാടാനും ബന്ധപ്പെട്ടതിന് ഞാൻ തബല കൊട്ടാൻ വേണ്ടി വന്നതാണ്. അവസാനം പിന്നെ നടനാവേണ്ടി വന്നു. യെസ്, അപ്പൊ ജീവിതത്തിൽ നമുക്കൊരു പക്ഷെ നമുക്ക് കഴിവില്ല എന്ന് അല്ലെങ്കിൽ നമുക്ക് പറ്റില്ല എന്ന് തോന്നുന്ന കാര്യങ്ങളായിരിക്കും അതിനകത്ത് നമ്മൾ എക്സ്പെർട്ട് ആവുന്നത്. യെസ്, നമ്മളെ ഒരു കാര്യം എപ്പോഴും മനസ്സിലാക്കുക, യു ആർ ദ മാസ്റ്റർ പീസ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ ഏറ്റവും നല്ലൊരു സൃഷ്ടിയാണ്. അപ്പൊ നമ്മൾ അങ്ങനെ ഇല്ല, മോശമാണ് എന്നങ്ങനെ ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. ധൈര്യമായിട്ടിരിക്കുക. നമുക്ക് നമ്മളെ കുറിച്ച് ഒരു അഭിമാനവും നമുക്ക് നമ്മളെ സ്നേഹിക്കാൻ വേണ്ടി യു ലവ് യുവേഴ്സെൽഫ് ഫസ്റ്റ്. നീ എന്ത് ചെയ്യണം? നിന്നെ ആരും സ്നേഹിക്കണം, അത് ഇഷ്ടപ്പെടും, സ്വയം ഇഷ്ടപ്പെടും. അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്റെ പുറകിൽ വരും. വലത്തെ കൈ കൊണ്ട് ഇടത്തെ തോളിൽ തട്ടിയിട്ട് പറയാം, ഐ ആം പ്രൗഡ് ഓഫ് മൈസെൽഫ്. എനിക്ക് എന്നെ കുറിച്ച് അഭിമാനം തോന്നുന്നു എന്ന് പറയും. ഓക്കെ, യെസ്. നമ്മൾ പല സിനിമാ നടന്മാര് വരികയും അവരൊക്കെ പല ആളുകൾ ക്ലച്ച് പിടിക്കാതെ പോകാൻ കാരണം വെച്ചാല് അവര് വരുമ്പോ അവര് ആരെങ്കിലും അനുകരിക്കും. അങ്ങനെ അനുകരിക്കുന്ന ആരും ക്ലച്ച് പിടിക്കില്ല, അവരൊക്കെ വികസിച്ചുകൊണ്ടില്ല. പക്ഷെ നമ്മൾ നമ്മുടെ സ്റ്റൈലുകൾ കൊണ്ടുവരുന്നു. ദിസ് ഈസ് മൈ സ്റ്റൈൽ, മനസ്സിലായോ? അത് ഡിഫറൻ്റായിട്ട് നിൽക്കും. എല്ലാവരും സുന്ദരിയായിട്ട് വന്നേക്കെന്ന് വിചാരിക്കും. ഒരു ഗ്രൂപ്പിൽ മേക്കപ്പ് ഒക്കെ ഇട്ട് കുട്ടിയൊക്കെ ഇട്ട് നല്ല സുന്ദരി, ഒരാള് മാത്രം അങ്ങനെ അല്ലാതെ വന്നേക്കുന്നതായിരിക്കും. അപ്പൊ ശ്രദ്ധിക്കപ്പെടുന്ന ആരായിരിക്കും? ആ ഒരാളായിരിക്കും. കറക്റ്റ് അല്ലേ? നിങ്ങളെന്നെ നോക്കി, നിങ്ങൾ തന്നെ ചില ഗ്രൂപ്പുകൾ കാണുമ്പോൾ അതിൽ തന്നെ ഏതെങ്കിലും ഒരാൾ വ്യത്യസ്തതാണ്. ഈ മനുഷ്യൻ മാത്രം ഇങ്ങനെ രീതിക്കില്ലേ? അപ്പൊ എന്റെ ഡിഫറെന്റ് ആവും. യെസ്, ഓക്കെ. എത്രയോ സൂപ്പർ സ്റ്റാറുകളുണ്ട്. അതിന്റെ ഇടയിലേക്ക് സന്തോഷ് പണ്ഡിറ്റ് കയറി വന്നു. സന്തോഷ് പണ്ഡിറ്റിന്റെ അഭിനയങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ഇത്രയും ഇടയിൽ പുള്ളിയുടേതായ സ്പേസ് ഉണ്ടാക്കിയത്. അതാണ് നമ്മൾ ഇന്റലിജൻസ്. അവരവരുടെ വഴിക്ക് പോയിക്കോട്ടെ, ഞാൻ എന്റെ ഒരു വഴി ആ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെന്താ ഉണ്ടാക്കുക? യു ഹാവ് യുവർ ഓൺ സ്പേസ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ സ്പേസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും പിന്നോട്ട് പോകേണ്ട കാര്യം. അപ്പൊ അങ്ങനെയുള്ള ചിന്തകളൊന്നും വേണ്ട മനുഷ്യ. വി ആർ ഓൾവേസ് വിത്ത് യു. ഇത്രയും പേര് പറഞ്ഞില്ലേ? യെസ്, ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. യെസ്, ഈ ആർക്കാണ് പറയാൻ താല്പര്യം? അജൈന അജു. യെസ്, ധൈര്യമായിട്ട് പറയാം. യെസ്, ഐ ഡോണ്ട് ഹാവ്. യെസ്, ആർക്കെങ്കിലും ഈ പറഞ്ഞ ആർക്കെങ്കിലും ഒന്നുകൂടി പറയാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിനോട് ഒരു അവസരം തരാം. ഐ ഡോണ്ട് ഹാവ്, എനിക്കില്ല എന്ന് പറയുന്ന ഒരു വാചകം, ഐ ഡോണ്ട് ഹാവ്. യെസ്, ഓക്കെ. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത സബ്ജക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഡോണ്ട് ഹാവ് എന്നുള്ളതാണ്. ഇതിനു മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്ത വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഹാവ് എന്നുള്ളതാണ്. പിന്നെ ഇത് കൂടാതെ നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുള്ളത് 3 ടെൻസുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞ് നിർത്തിയിട്ടുള്ളത്. അതില് സിമ്പിൾ പ്രസന്റ് ഉണ്ടായിരുന്നു, സിമ്പിൾ പാസ്റ്റ് ഉണ്ടായിരുന്നു, സിമ്പിൾ ഫ്യൂച്ചർ ഉണ്ടായിരുന്നു. ആ 3 ടെൻസുകളെ കുറിച്ചുമാണ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഓക്കെ, വെരി ഗുഡ്. യെസ്, ഇനി ഞാൻ നിങ്ങളോട് 2 ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. നമ്മൾ ലാസ്റ്റ് പറഞ്ഞ ചോദ്യം ഏത്? ഓക്കെ ഓക്കെ ഓക്കെ, അത് നമുക്ക് ഉപയോഗിക്കാം. കറക്റ്റ് ആണ് കറക്റ്റ് ആണ് കറക്റ്റ് ആണ്. ഓക്കെ ഓക്കെ ഓക്കെ, കറക്റ്റ് ആണ്. ഐ ഹാവ് നോ സെയിം ആയിട്ട് ഉപയോഗിക്കാം. യെസ്. മറ്റെന്ന് പറയുമ്പോൾ ഡോണ്ട് എന്ന് പറയുന്നത് നെഗറ്റീവ് വേർഡ് വന്നു, അതിന് പകരമാണ് ഇപ്പോഴത്തെ നോ എന്ന് വരുന്നത്. യെസ്, ഐ ഡോണ്ട് നോ എന്ന് പറയാറില്ല. യെസ്, ഓക്കെ. ഐ ഹാവ് നോ ഐഡിയ, കറക്റ്റ് ആണ്. എനിക്കൊരു ഐഡിയ ഇല്ല. ഐ ഡോണ്ട് ഹാവ് എനി ഐഡിയ, അങ്ങനെയും പറയാം. ഐ ഡോണ്ട് ഹാവ് എനി ഐഡിയ. യെസ്, ഓക്കെ. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളിൽ ഞാൻ ഇന്നത് എന്റെ കയ്യിൽ സംഗതി ഇല്ല. പക്ഷെ ഏറ്റവും അവസാനം നമ്മൾ ഏത് അക്ഷരം വരുന്ന ചോദ്യങ്ങളാണ് ചോദിച്ചത് ഓർമ്മയില്ല?
ആർക്കെങ്കിലും? യെസ്, അറിയില്ല. ആ, ദേവിയ. ദേവിക, യെസ്. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ നിങ്ങളോട് യെസ്, ഓക്കെ 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 ഓക്കെ. ഗുഡ് മോർണിംഗ് പറഞ്ഞു പോയിട്ട് പിന്നെ ആ കണ്ടില്ലേ? യെസ്, വെരി ഗുഡ് വെരി ഗുഡ്. യെസ്, അപ്പൊ ഞാൻ നിങ്ങളോട് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലെ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അത് ഒരു പക്ഷേ നിങ്ങൾക്ക് കേട്ടിട്ടുള്ള ഏതെങ്കിലും പഴഞ്ചൊല്ലാവാം, ഇംഗ്ലീഷിലുള്ളത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെയിങ്സ് ആവാം, എന്ത് വേണമെങ്കിലും ആവാം. അപ്പൊ ഇത് കേട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന ചിന്ത ഏതാണോ, ദാറ്റ് വിൽ ബി ദ ആൻസർ. അതായിരിക്കും എന്റെ ആൻസർ. അല്ലാതെ ഗഹനമായിട്ടൊന്നും ആലോചിച്ച് പോകേണ്ട കാര്യമില്ല എന്ന് പറയാം. യെസ്, അപ്പോ ചോദിക്കുകയാണ്. എ പിക്ചർ, PICTUR, a picture is worth, WORTH. A picture is worth dash. A picture is worth dash. മാർക്കൊന്നും കേട്ടോ. യെസ്, ഞാനത് വെറുതെ ബുക്കൊന്നുമില്ല, അപ്പൊ അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. അപ്പൊ അളക പറഞ്ഞു 1000 words. പ്രിയങ്കയും അത് തന്നെ പറയുന്നു. Okay, your answer is right. A picture is worth 1000 words. Okay, Deviya, correct answer ആണ്. Correct answer. കാരണം ഒരു ചിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 1000 വാക്കുകൾക്ക് അപ്പുറത്താണ്. യെസ്, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. യെസ്, a picture is worth 1000 words. യെസ്. അടുത്തത്, every cloud has a dash. Every cloud has a dash. Every cloud has a dash. Okay, Alaga. Okay, Gagina. It's a correct answer. Very good, very good. And answer is okay, Deviya, Anjana, correct. Correct. Yes. Every cloud has a silver line. The correct answer is every cloud has a silver line. അതായത് മേഘം എന്ന് പറയുമ്പോൾ നമുക്ക് അതൊരു ദുഃഖത്തിന്റെ വിഷമത്തിന്റെ ഒക്കെ എടുക്കുക. അതിന്റെ അകത്തും എപ്പോഴും പ്രതീക്ഷയുടെ ഒരു വെള്ളിവര ഉണ്ടാകും എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്തത്, ഇറ്റ് ഈസ് ബെറ്റർ ടു ബി സേഫ്. ഓക്കെ ആണത്. ഇറ്റ് ഈസ് ബെറ്റർ ടു ബി സേഫ് ദാൻ ഡാഷ്. ഇറ്റ് ഈസ് ബെറ്റർ ടു ബി സേഫ് ദാൻ ഡാഷ്. അളക, രഹന, ദേവിക, അഞ്ജന, ഷമീറ, പ്രിയങ്ക. ഓക്കെ 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 ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. യെസ്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത് അറിയാല്? സോറി നമ്മളോട് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഇഷ്ടമാണ്. ഓ, നമ്മളോട് അവൾ ക്ഷമ പറഞ്ഞല്ലോ എന്ന് പറയും. നമ്മൾ ഒരു ബന്ധുവിന് ഓപ്പറേഷൻ തിയേറ്ററിന്റെ അകത്ത് ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്.
ആ ഓപ്പറേഷൻ തിയേറ്ററിന്റെ അകത്ത് നിന്ന് ഇറങ്ങി വരുന്ന ഡോക്ടർ നമ്മുടെ കൈ പിടിച്ചിട്ട് ഐ ആം സോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സങ്കടമാണ്, അല്ലെ? നമുക്ക് കാര്യം മനസ്സിലാവും. യെസ്, അതാണ് ഇവിടെ ടു ബി സേഫ് ദാറ്റ് സോറി. സോറി പറയിപ്പിക്കരുത്, മറിച്ച് ടു ബി സേഫ് ആയിട്ടിരിക്കും. യെസ്. അടുത്തത്, നെസസിറ്റി is the mother of dash. Necessity is the mother of dash. Okay, Alaga, Anjana, Shamira, Priyanka, Rahana. It's a correct answer. Necessity is the mother of invention. Okay, Rahana. ദേവിയ കറക്റ്റ് ആണ്. അത്യാവശ്യം എന്ന് പറയുന്നത് കണ്ടുപിടുത്തത്തിന്റെ അമ്മയാണ്. അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മളത് കണ്ടെത്തും. ഓക്കെ ഓക്കെ ഓക്കെ. ആ കണ്ടെത്തിയ സംഗതി നടപ്പിലാക്കുന്നതിനെ പറയുന്ന പേരാണ് ഇന്നൊവേഷൻ. ഇൻവെൻഷൻ കണ്ടെത്തുക, ഇന്നൊവേഷൻ നടപ്പിലാക്കുക. ഞാൻ ഇതിന്റെ അകത്തേക്ക് ഞാൻ വരുന്നതിന് മുമ്പ് ഇപ്പോ ഇൻവെൻഷൻ എന്ന് പറയുന്ന ഒരു വേർഡ് വന്നതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഇൻവെൻഷനും ഡിസ്കവറും കണ്ടുപിടിക്കാൻ തന്നെ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. പറയാൻ മാർക്കെങ്കിലും വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻവെൻഷൻ ആൻഡ് ഡിസ്കവർ? അപ്പൊ ഞാൻ വേണമെങ്കിൽ ഒരു വാചകം പറയാം, നിങ്ങൾ അതിൽ നിന്ന് വേണമെങ്കിൽ ഒരു ക്ലൂവിലേക്ക് വന്നാൽ മതി. ക്രിസ്റ്റഫർ കൊളംബസ് ഡിസ്കവേർഡ് അമേരിക്ക. Alexander Fleming invented pencil. അങ്ങനെ പറയും. Christopher Columbus discovered America. Alexander Fleming invented pencil. ഈ വാചകം കേട്ട് കഴിയുമ്പോൾ നമുക്ക് പറയാം ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്. യെസ്, ആരുടെയും ഉത്തരം വരാത്തതുകൊണ്ട് ഞാൻ തന്നെ പറയുകയാണ്. ഇൻവെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടുപിടിക്കുക, ഡിസ്കവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടുപിടിക്കുക. മുൻപ് ഉണ്ടായിരുന്ന, വെരി ഗുഡ് രഹന, കറക്റ്റ് ആൻസർ. യെസ്, മുൻപ് ഉണ്ടായിരുന്ന ഒരു സാധനത്തെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിന് നമ്മളെന്ത് പറയാ, ഡിസ്കവർ എന്ന് പറയും. ക്രിസ്റ്റഫർ കൊളംബസ് ഡിസ്കവേർഡ് അമേരിക്ക. കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ചു. കൊളംബസ് അമേരിക്ക കണ്ടുപിടിക്കുന്നതിന് മുമ്പ് അമേരിക്ക അവിടെ ഉണ്ട്, അല്ലേ? ഉള്ള ഒരു സാധനത്തെയല്ല കണ്ടുപിടിച്ചത്. അപ്പൊ ഡിസ്കവർ എന്ന് പറയും. ഇനി പെൻസിലിൻ എന്ന് പറയുന്ന ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്. ഇഞ്ചക്ഷൻ, പെൻസിലിൻ ഇഞ്ചക്ഷൻ എടുക്കാന്നൊക്കെ പറയാം. യെസ്, ആ ഇഞ്ചക്ഷൻ കണ്ടുപിടിച്ചത് അലക്സാണ്ടർ ഫ്ലെമിംഗ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. അപ്പൊ അലക്സാണ്ടർ ഫ്ലെമിംഗ് ഈ പെൻസിലിൻ എന്ന് പറയുന്ന ഇഞ്ചക്ഷൻ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഈ സംഗതി ഇല്ല. അപ്പൊ അതുകൊണ്ട് അവിടെ ഡിസ്കവർ എന്ന് പറഞ്ഞാൽ തെറ്റാണ്. അലക്സാണ്ടർ ഫ്ലെമിംഗ് ഇൻവെന്റഡ് പെൻസിലിൻ, അതാണ് കറക്റ്റ്. മുൻപ് ഇല്ലാതിരുന്ന സംഗതിയെ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഇൻവെന്റും, മുൻപ് ഉണ്ടായിരുന്ന ഒരു സാധനം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഡിസ്കവർ. രഹന നേരത്തെ പറഞ്ഞു, വെരി ഗുഡ് രഹന, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, ഇവിടെ ഇൻവെന്റ് എന്ന് പറയുന്ന വാക്ക് വന്നപ്പോൾ അതിനോട് ചേർത്ത് വെച്ച് ഞാൻ സൂചിപ്പിച്ചത് മാത്രമേ ഉള്ളൂ. നമുക്ക് നമ്മുടെ ചോദ്യങ്ങളിലേക്ക് മടങ്ങി വരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യെസ്, sorry. Practice makes dash. Practice makes dash. Gagana, Anjana, Alaga, Rahana, correct answer. Correct answer. Okay. Priyanka, it's a correct answer. Practice makes perfect. Practice makes man perfect. സ്ഥിരമായ പ്രാക്ടീസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് എക്സ്പെർട്ട് ആവും, പെർഫെക്റ്റ് ആവും. യെസ്, വെരി ഗുഡ് വെരി ഗുഡ്. അടുത്തത്, ഡോണ്ട് കൗണ്ട് യുവർ ചിക്കൻസ് ബിഫോർ ഡാഷ്. Don't count your chickens before dash. Alaga,
അഞ്ജന, ഷമീറ, ദേവിക, പ്രിയങ്ക, സാന്ദ്ര. യെസ്, കറക്റ്റ് ആൻസർ ആണ്. യെസ്, ബിഫോർ ദ ഹാച്ച്. ഹാച്ച് മീൻസ് വിരിയുക. വിരിയുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യരുത്? ഇത് നോക്കരുത്. യെസ്, ഓക്കെ രഹന. നമ്മൾ മലർപ്പൊടിക്കാരന്റെ സ്വപ്നം എന്ന് പറയില്ലേ? യെസ്, ഇത് വെച്ച് ഇതിന്റെ കുഞ്ഞുങ്ങളുണ്ടായി, അത് മുട്ടയിട്ട് അതിന്റെ കുഞ്ഞുങ്ങളുണ്ടായി, അങ്ങനെ 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 നമ്മൾ ഒരിക്കലും കൗണ്ട് ചെയ്യുന്നു. ഡോണ്ട് കൗണ്ട് യുവർ ചിക്കൻ ബിഫോർ ദ ഹാച്ച്. യെസ്. അടുത്തൊരു പക്ഷെ നിങ്ങൾ ചിലപ്പോ ഒരു പക്ഷെ എല്ലാവരും ഇല്ല അനുഭവിച്ചിട്ടുണ്ടാവുന്ന സംഗതിയായിരിക്കും. ആബ്സെൻസ് മേക്സ് the heart grow dash. Absence makes. Okay അളക, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ അളക, അളക എല്ലാത്തിനെയും ഇതാണോ അളക? എനിക്ക് ഓർമ്മ ശക്തി ഇല്ല എന്ന് പറഞ്ഞ്. ദേവിക ഓക്കെ, പ്രിയങ്ക ഓക്കെ, ഷമീറ ഓക്കെ, രഹന, സാന്ദ്ര, അഞ്ജന. ഓക്കെ 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 ഓക്കെ. ഫോണ്ടറാണ് അഞ്ജന, FOND. അത് കറക്റ്റ് ആണ്, നമുക്കറിയാവുന്നതല്ലേ. ചില ആളുകളെ നമ്മൾ കാണാതിരിക്കുമ്പോഴല്ലേ അവർ എത്രമാത്രം നമുക്ക് ഇഷ്ടമാണെന്ന് അറിയാൻ പറ്റും. റൈറ്റ്? കറക്റ്റ് അല്ലേ? എല്ലാ ദിവസവും കാണുമ്പോൾ നമുക്കൊരു വിഷയം, കാണാതെ ഒരു ദിവസം ഇരിക്കട്ടെ, ദെൻ നമുക്കറിയാൻ പറ്റും എത്രമാത്രം നമ്മൾ അവരെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഓക്കെ ഓക്കെ. ഒരു ദിവസം നിങ്ങളുടെ ഭർത്താവ് വീട്ടിൽ വരാതിരിക്കട്ടെ, അപ്പോൾ നിങ്ങൾക്കറിയാം എത്രമാത്രം അത് മിസ് ചെയ്യുന്നുണ്ടെന്ന് അപ്പോഴാണ് മനസ്സിലാവും. യെസ്, ഇതാണ് പറയുന്നത്. ആബ്സെൻസ് makes the heart grow fonder. Yes. അടുത്തത് ഒരു proverb പോലത്തെ ഒരു വാചകമാണ്. Curiosity killed dash. Okay, Alaga, it's a correct answer. Curiosity, Devika correct, Sandra correct, Priyanka correct, Anjana correct. Yes, correct. Curiosity killed the cat. അടുത്തത് മലയാളത്തിൽ നമ്മൾ പലപ്പോഴും പല ആളുകളോട് വെല്ലുവിളിച്ചിട്ടുള്ള വാചകമാണ്. സിമ്പിൾ ആണ്. വാചകം ഇതാണ്. Every dog has a dash. ഓക്കെ ഗഗന, സാന്ദ്രമോൾ, അളക, അഞ്ജന, രഹന. പ്രിയങ്ക, മനീഷ. ഓക്കെ 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 ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. നമ്മൾ പറയില്ലേ എവരി ഡോഗ് ഹാസ് എ ഡേ. എല്ലാ നായ്ക്കൾക്കും ഉണ്ട് ഒരു ദിവസം. ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. അടുത്തത് ഗുഡ് തിങ്സ്. ഗുഡ് തിങ്സ് കം ടു ദോസ് THOS. ഗുഡ് തിങ്സ് കം ടു ദോസ് ഡാഷ്. ഓക്കെ അളക, ഷമീറ, രഹന, സാന്ദ്ര, ദേവിക, അഞ്ജന. കറക്റ്റ് ആണ്. ഗുഡ് തിങ്സ് കംസ് ടു ദോസ് ഹു വെയിറ്റ്. കാത്തിരിക്കുന്നവരുടെ അടുത്തേക്കാണ് നല്ല നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നത്. ക്ഷമ എന്തിനും അത്യാവശ്യമാണ് എന്നുള്ള കാര്യമാണ് ഈ വാക്കുകളിലൂടെ സൂചിപ്പിക്കുന്നത്. Next, the grass, GRASS. The grass is always greener. The grass is always greener dash. Alaga, Devika, Rahana, Anjana, Sandra, Priyanka. Yes. Shamira. Okay. Yes. അപ്പൊ നമുക്ക് നോക്കാം. കറക്റ്റ് ആണ് ഉത്തരം പറഞ്ഞത്. ഓൺ ദ അതർ സൈഡ്, അക്കരെ പച്ച നമ്മൾ പറയില്ലേ, കറക്റ്റ് ആൻസർ. അടുത്തത് ക്ലീൻലിനെസ്, CLEANLINESS is next to dash. Cleanliness
ഈസ് നെക്സ്റ്റ് ടു ഡാഷ്. അളക, അളകയാണ് ആദ്യം ഉത്തരം പറയുന്നത്. വെരി ഗുഡ്, വെരി ഗുഡ്. കീപ് ഇറ്റ് അപ്പ്. അളക, ദേവിക, രഹന, ഷമീറ, അഞ്ജന. യെസ്, യെസ്. ഓക്കെ 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 ഓക്കെ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. അടുത്തത് ആ ഇനത്തിലെ ലാസ്റ്റ് ചോദ്യമാണ്. Don't bite the hand dash. Don't bite the hand dash. അളക ഓക്കെ, അഞ്ജന ഓക്കെ, പ്രിയങ്ക ഓക്കെ, സാന്ദ്ര, ഗഗന, ദേവിക, രഹന ഓക്കെ, ഷമീറ ഓക്കെ. ഓക്കെ, അപ്പൊ എന്താണ്? ഡോണ്ട് ബൈറ്റ് ദ ഹാൻഡ് ദാറ്റ് ഫീഡ്സ് യു. നിങ്ങൾക്ക് ഭക്ഷണം തരുന്ന കയ്യിൽ കൊത്തരുത്. ഇത് പറയാം. ഭക്ഷണം കൊടുക്കുന്ന തരുന്ന കൈക്ക്, പാല് കൊടുക്കുന്ന കൈകളിലാണ് കൊത്തിയത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഉപയോഗിക്കുന്ന അതേ വീട്. യെസ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഇനി ഞാൻ നിങ്ങളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ആ ചോദ്യത്തിന് ഉത്തരം ടൈപ്പ് ചെയ്തോളൂ. ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ചോദ്യങ്ങൾ കംപ്ലീറ്റ് ദീപാവലിയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. ഓൾ ക്വസ്റ്റ്യൻസ് കണക്റ്റഡ് വിത്ത് ദീപാവലി ഓർ ദീപാവലി, ദീപാവലിയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. യെസ്. ഓക്കെ, അളക, ദീപാവലിയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം. ഓക്കെ, ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. What is the meaning of the word? ഞാൻ ചോദിച്ചാണ്. യെസ്, എന്താ വിട്ടേര് 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 ചോദ്യം വിട്ടേര്. യെസ്. ഓക്കെ 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 ഓക്കെ, അത് വിട്ടേര്. യെസ്. ഓക്കെ, I am going to ask you another question. ഈ ക്വസ്റ്റ്യന്റെ ആൻസറിന്റെ ഫസ്റ്റ് ലെറ്റർ ഇ ആണ്. ഇ, 11 എന്ന് പറയുന്ന ഇ. ഓക്കെ, ഇ. അപ്പൊ ഇത് ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് പറഞ്ഞേക്കാം കേട്ടോ. യെസ്. എ piece of, P-I-E-C-E, piece. A piece of jewelry worn, W-O-R, worn on the ear. A piece of jewelry worn on the ear. Rahana, Gagana, Sandra, Shamira, Alaga, Deviya. Okay. Anjana KK. Correct answer. The answer is earrings. Earrings. Okay, 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 okay. The answer, my answer. Okay, very good, very good. Next question. A sound that is reflected. A sound that is reflected. Rahana, Sandra, Gagana, Deviya, Alaga, Anjana, Priyanka, Manisha, Shamira. It's the correct answer. The answer is echo. Echo. அடுத்தது. A long fish. A long fish that looks like a snake. That looks like a snake. A long fish that looks like a snake. Correct answer. Rahana, Rahana, Sandra, Alaga, Deviya. It's the correct answer. E. Okay, Priyanka. Correct answer. It's correct answer. Next question. An imaginary line. I will repeat. An imaginary line around the middle of the earth.
an imaginary line around the middle of the earth. Anju Thomas, Gagana, Xavier, Ansela, Alaga, Rahana, Priyanka, Sandra. Okay, the correct answer. That answer is equator. Equator. The correct answer. Yes. അടുത്തത്. To make people move out. To make people move out from where they are living. From where, from where they are living. To make the people move out from where they are living. Okay, Rehna. Where are you? Yes. Evict എന്ന് പറയാം, evacuate എന്ന് പറയാം. ഇതെല്ലാം നമ്മൾ കുടിയൊഴിപ്പിക്കാന്ന് പറയില്ല. ആ വേർഡാണത് കേട്ടോ. താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഇറക്കി വിടുന്നതിനെയാണ് കുടിയൊഴിപ്പിക്കുക. അതിന് eviction എന്ന് പറയുന്നത്. ഓക്കെ 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 eviction, കുടിയൊഴിപ്പിക്കുക. ആ വാക്ക് നമ്മൾ അടുത്തിട്ടില്ല. യെസ്, ഓക്കെ. അടുത്ത people living in ice. People living in ice near Arctic coast. Coast എന്ന് പറഞ്ഞാൽ COAST. വേറൊരു വേർഡ് വെച്ചു നോക്കിയൊന്നുകൂടി. People living in ice near Arctic coast. Coast means COAST. തീരം. ദേവിക്ക് ഒന്നുകൂടി ആലോചിച്ചേ. ആർട്ടിക് കോസ്റ്റ് ആണ്. ശരിയായിട്ടില്ല രഹന? ഓക്കെ, ഗഗന ഈസ് കറക്റ്റ്. അപ്പൊ ഫസ്റ്റ് ഗഗനയാണ്. അളക തൊട്ട് പുറകിലുണ്ട്, അതിന്റെ പുറകില് സാന്ദ്രമോളുണ്ട്. ഓക്കെ 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 ഓക്കെ. എസ്കിമോസ്, ESKIMOS, എസ്കിമോസ്. കറക്റ്റ് ആൻസർ. അടുത്തത് a machine that provides power for the engine. Oh, sorry. എന്റെ വായിൽ നിന്ന് അറിയേണ്ട ഉത്തരം വീണ് പോയി. ഓക്കെ, അപ്പൊ ചോദ്യം ഇട്ട് തരും കേട്ടോ. യെസ്, അത് ചോദ്യം നോക്കട്ടെ. അടുത്ത ചോദ്യം ഇതാണ്. ഓക്കെ, വിട്ടു പറഞ്ഞാൽ കേട്ടോ. When the moon comes between sun and earth. The moon comes between sun and earth. അതിനൊരു പേര് പറയും. ഓക്കെ രഹന, അഞ്ചു, സാന്ദ്രമോൾ, അളക MS, പ്രിയങ്ക. Correct answer, eclipse. The answer is eclipse. Correct answer. അടുത്തത് to receive, RECEIV, to receive an income for doing work.
to receive an income for doing work. Gagana okay? Anchu okay? Gagana Sandra okay? Anjana Priyanka okay? Manisha okay? Yes. Okay, Manisha, correct answer. Very good. Very good. Arthur. A large bird with a strong eyesight. A large bird with strong eyesight. E-Y-E. Eyesight. Okay, okay. Gagana okay. Sandra okay. Gagana okay. Alaga okay. Anjana Priyanka. Okay, okay. Correct answer. Correct answer. Another. A machine that provides power for the vehicle. A machine that provides power for the vehicle. Gagana, Gagana, Alaga, Sandra, Priyanka, Anjana. Is the correct answer. The answer is engine. Is the correct answer. Another. The study of how the money is used. How money is used. The study of how the money is used. Okay, okay, Gagana, Alaga, Anjana, Sandra, Priyanka. Yes. Is the correct answer. How the money is used. The study of economics. Okay, Manisha. Yes. Very good, very good. Arthur. Opposite of exit. Opposite of exit. Okay, Gagana, Rahana, Anchu, Anjana, Sandra, Priyanka. Okay, Alaga, Manisha, correct. Opposite of exit, that is called entry. Okay. Okay, very good, very good. അപ്പോൾ ആ ഇനത്തിലുള്ള ചോദ്യങ്ങൾ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഇന്ന് വളരെ കൃത്യമായിട്ട് അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ഉത്തരങ്ങളെല്ലാം കറക്റ്റുമാണ്. യെസ്. ഇന്ന് ഞാൻ ആ ബുക്ക് കൊണ്ടുവന്നിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ചത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിലുമായിട്ട് നമ്മൾ 3 ടെൻസുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ പിന്നെ പറഞ്ഞ് നമ്മൾ അവസാനിപ്പിച്ചത് ഐ ഹാവിനെ കുറിച്ച് പറഞ്ഞു, ഐ ഡോണ്ട് ഹാവിനെ കുറിച്ച് പറഞ്ഞു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ ഐ ഹാവും ഐ ഡോണ്ട് ഹാവും അല്ലാതെ വേറെ ഒരു സംഗതിയെ കുറിച്ചാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുക. അതായത് നമുക്ക് വേണമെങ്കിൽ പറയാം, ഇപ്പോ നമ്മുടെ കയ്യിൽ ഇല്ല, പക്ഷെ ഇത് നമ്മുടെ കയ്യിൽ മുമ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ ചില സംഗതികൾ വരാറുണ്ട്. നമ്മൾ എനിക്കുണ്ട് എന്നതിനെ കുറിച്ച് പറഞ്ഞു, എനിക്കില്ല എന്നതിനെ കുറിച്ച് പറഞ്ഞു. പക്ഷെ ഇനി നമ്മൾ നോക്കുന്നത് ഇപ്പൊ എന്റെ കയ്യിലില്ല, പക്ഷെ എനിക്കത് ഉണ്ടായിരുന്നു. യെസ്. അപ്പൊ അങ്ങനെ മുമ്പ് ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതുമായ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് സൂചിപ്പിക്കാം. അപ്പോ നമുക്ക് അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. We will discuss it in the next class. Okay.